എല്ലാവർക്കും വോളിയം പ്രൊഫൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് 23 മെയ് 2026. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ്ലി നമ്മൾ പോകുന്നത് ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ചത്, അതേപോലെ നെക്സ്റ്റ് പ്ലാൻ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മൾ വോളിയം പ്രൊഫൈൽ എന്നൊരു സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വോളിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. ഓക്കെ, അത് ഇൻഡിക്കേറ്റർ അല്ല, അതൊരു ജസ്റ്റ് ഒരു ടൂളാണ്. ഓക്കെ, ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ടൂളാണ്. ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ഉള്ള ഒരു ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ഓപ്ഷൻ ബൈയിങ് ആണ് ചെയ്യുന്നത്. ഓപ്ഷൻ ചെയ്യുന്ന ആളുകളുണ്ട്, പിന്നെ നിഫ്റ്റി ഫ്യൂച്ചർ ചെയ്യുന്ന ആളുകളുണ്ട്, അതിനകത്ത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അതേപോലെ ഫോറക്സിൽ ഗോൾഡാണ് മെയിൻലി. ഓക്കെ, ഗോൾഡ്, കറൻസി പെയർ, പിന്നെ ക്രിപ്റ്റോ, ഇതിനകത്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാത്തിനകത്തും നമ്മൾ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് വോളിയം പ്രൊഫൈലിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് നമ്മൾ ഡിസ്കഷൻസ്, കാര്യങ്ങൾ, സിഗ്നലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ്ലി നിഫ്റ്റീൻ്റെ ഇതിലേക്ക് പോവാം. കഴിഞ്ഞ ദിവസത്തെ നിഫ്റ്റി ഫ്രൈഡേ അത്യാവശ്യം മാർക്കറ്റ് സൈഡ് വൈസ് ആയിരുന്നു. ഇതായിരുന്നു നമ്മളെ മെയിൻ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓൾറെഡി ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം രാത്രി ഡിസ്കസ് ചെയ്ത ലെവലാണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ അത്യാവശ്യം മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സെല്ലേഴ്സ്, ഫസ്റ്റ്ലി ഒരു സെല്ലേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു സോൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റിൽ ഫസ്റ്റ് ഒരു ഫാളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതെ, അപ്പോൾ അത്യാവശ്യം ഒരു സെല്ലേഴ്സിന് മാർക്കറ്റിൽ ബയ്യേഴ്സ് വന്നിട്ട് കവർ ചെയ്ത ഏരിയ ആണ് ഈ ഒരു ഏരിയ. കവർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ്, ഈ ലെവൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യണമായിരുന്നു. ഓക്കെ, നമ്മളെ വോളിയം പ്രൊഫൈൽ സെറ്റപ്പ് അനുസരിച്ച് നമ്മളൊക്കെ എന്ത് ചെയ്തു, നമുക്ക് ഈ ലെവൽ ഹോൾഡ് ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലെവൽ ട്രാപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബയ്യേഴ്സ് കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സെല്ലേഴ്സിന്റെ റേഞ്ചിനെ ബയ്യേഴ്സ് വന്നിട്ട് ഇവിടെ എന്ത് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ബയ്യേഴ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, മാർക്കറ്റിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അവരെ എന്ത് ചെയ്തു, സെല്ലേഴ്സ് വന്നിട്ട് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഏരിയാസ് എന്താണ്, ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സെൻസെക്സിന്റെ എക്സ്പയറിയിൽ, ഓക്കെ, നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലാസ്റ്റ് നമ്മളൊരു പുട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ പുട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം എത്രയാണ് പോയിന്റ്, 150 പോയിന്റ് ലാസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ടായി. ഓൾമോസ്റ്റ് ഒരു 2:45 ശേഷം 150 പോയിന്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പുട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നത് 175 സംതിങ്. ഓക്കെ, ടെലിഗ്രാമിൽ ഞാൻ 200 ആണ് കൊടുത്തത്. നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഞാൻ കൊടുത്തത് 170 റേഞ്ചിൽ സപ്പോർട്ടാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏകദേശം 172 വന്ന സാധനമാണ് ഏകദേശം 340 വരെ അതിന്റെ പ്രീമിയം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ബുധനാഴ്ചത്തെ കാര്യം എല്ലാവർക്കും അറിയാം. നമ്മൾ ഫസ്റ്റത്തെ 1 മിനിറ്റിൽ തന്നെ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മൾ എടുത്ത ട്രേഡ്. ഓക്കെ, ഞാൻ ടെലിഗ്രാമിൽ ഒരു സിയുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 500 പോയിന്റാണ് പ്രീമിയം മൂവ് ചെയ്തിട്ടുള്ളത്. അത് ഫ്രീ ആയിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ ഞാൻ ഇതിന്റെ പ്രോപ്പർ ലോജിക്ക്, ഈ ഒരു ഏരിയ സപ്പോർട്ടാണ്, അതേപോലെ തന്നെ മാർക്കറ്റ് ഇത്രയും വിലയ്ക്ക് അപ്പ് ഡൗൺ ആയിട്ടോ നമ്മുടെ ഡാറ്റ ബുള്ളിഷ് ആണ്, ഓക്കെ, നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണെന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ട്രേഡ് എടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു സോണിൽ, ഓക്കെ, ഈ ഒരു ഹൈ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായിരുന്നു, നമ്മുടെ സെക്കൻഡ് ഗ്യാപ്പിൽ നമ്മൾ വീണ്ടും ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അത്യാവശ്യം മാന്യമായ പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡാറ്റ ബിയറിഷ് ആണ്, മാർക്കറ്റ് നമ്മളെ ഡാറ്റ വെച്ചിട്ട് നെഗറ്റീവ് ആണെന്ന്. അതേപോലെ തന്നെ ലാസ്റ്റിൽ എന്താ സംഭവിച്ചത്, മാർക്കറ്റിൽ ഏകദേശം 60 രൂപ ഉണ്ടായിരുന്ന പ്രീമിയം ഏകദേശം 120-130 മേലെ എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റിക്കകത്ത്. ഓക്കെ, അതായത് ചൊവ്വാഴ്ച അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലാസ്റ്റ് വീഡിയോയിൽ ബുധനാഴ്ചത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ബുധനാഴ്ചത്തെ ട്രേഡ് ഞാൻ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫ്രീ ആയിട്ടുള്ള അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വ്യാഴാഴ്ചത്തെ ട്രേഡ് നിങ്ങൾക്ക് ഞാൻ അവിടെ തന്നിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ഹീറോ സീറോ പുട്ട് സൈഡിൽ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെയാണ് ഈ ഒരു ട്രേഡിന്റെ ലോജിക്ക്, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് എവിടെയാണ്, കറക്റ്റ് ആ ലെവൽ എവിടുന്നാണ് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തത്, ഇവിടെ സെല്ലേഴ്സ് എവിടുന്നാണ് മാർക്കറ്റിൽ എൻ്റർ ആയത്, ആ സെല്ലേഴ്സിന്റെ മേലെയാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായത്, ഓപ്പൺ ആയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, അവിടെ നിന്ന് എക്സിറ്റ് ആയി പോകും, മാർക്കറ്റ് എന്താവും, ബുള്ളിഷായി മാറുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് ഓപ്പണിങ്ങിൽ ബുള്ളിഷായി മാറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ടെലിഗ്രാമിൽ ഞാനൊരു ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പുട്ടിന്റെ ലെവല് 99 to 92. ഓക്കെ, 99 to 92 ആണ്. 99 മേലെയാണ് നമ്മൾ ബൈ ചെയ്യുക. പക്ഷേ മാർക്കറ്റ് എന്താണ് സംഭവിച്ചത്, ഫസ്റ്റത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ, ഇത് 1 മിനിറ്റിന്റെ ക്യാൻഡിലാണ്, റെഡ് ക്യാൻഡിൽ പോയി നമ്മൾ എന്തായാലും ബൈ ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ ഞാൻ ഓൾറെഡി പറഞ്ഞത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇതിപ്പോൾ സെൻസെക്സിന്റെ പ്രീമിയം ആണെങ്കിൽ ഹൈ ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും, നമ്മളെ നിഫ്റ്റിയുടെ പ്രീമിയം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ എന്തിനാണ് സെൻസെക്സിന്റെ ഹീറോ സീറോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഏകദേശം എന്താണ്
നമ്മൾ SL ഫസ്റ്റ് ഗ്യാപ്പിന്റെ SL എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ SL 2 പോയിന്റാണ് നമുക്ക് SL വരിക. ക്യാൻഡിൽ ക്ലോസ് ആണെങ്കിൽ ഓക്കെ 3-4 പോയിന്റ് കൂട്ടിക്കോളൂ. അതിന് പകരം നമുക്ക് എന്ത് ചെയ്ത് 21 പോയിന്റാണ് നമുക്ക് ടാർഗറ്റ് വന്നത്. 2 പോയിന്റൊക്കെ SL നിങ്ങൾക്ക് വേറെ ഒരു സ്ട്രാറ്റജി വെച്ചും ട്രേഡ് കിട്ടത്തില്ല. ഓക്കെ, പക്ഷെ മാർക്കറ്റ് എന്തായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ നമ്മളെ നിഫ്റ്റിയുടെ ലെവലിന്റെ മേലെ ഓപ്പൺ ആയി, പുട്ടിന്റെ ലെവലിന് താഴെയാണ് മാർക്കറ്റ്. എന്താണ് അപ്പം സി മേടിക്കേണ്ടവർക്ക് എന്ത് ചെയ്യാം, സി മേടിക്കാം. ഈ ലെവലിൽ SL വെച്ചിട്ട് മേടിക്കാം. ഏകദേശം എത്ര ഉണ്ട്, 87 മേടിച്ചാൽ ഏകദേശം 10 പോയിന്റ് ഉണ്ടാവും. ഇവൻ പി സെല് ചെയ്യേണ്ടവർക്ക് പി സെല് ചെയ്ത് കഴിഞ്ഞാലും ഈസി ആയിട്ട് 10 പോയിന്റ് വരെ 50 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു, നമ്മളെ വ്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരുന്നു മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തു. നമ്മൾ ട്രേഡ് എടുത്തത് ഞാൻ 12.8 ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 12.8 ഞാൻ കൊടുത്ത ലെവൽസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ കൊടുത്തത് ഈ ഒരു സോൺ. ഓക്കെ, ഇത് 11.50-47 മാർക്കറ്റ് ഈ ഒരു ലെവലിൽ വന്നു. കാരണം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ റെസിസ്റ്റന്റ് ഏരിയയാണ് വോളിയം പ്രൊഫൈലിന്റെ. അപ്പോൾ ഞാൻ കൊടുത്ത ലെവൽസ് എന്ന് പറയുന്നത് 12.8 ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 12.8 എന്ന് പറയുമ്പോൾ ടൈം ഓക്കെ ഈ ഒരു സോൺ ഈ ഒരു ടൈമിലായിരിക്കും. ഞാൻ പറഞ്ഞു മാർക്കറ്റിൽ ഈ ഒരു സോൺ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 177 മേലെ SL വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെല്ല് ചെയ്യുന്നവർക്ക് സെല്ല് ചെയ്യാം, പുട്ട് മേടിക്കേണ്ടവർക്ക് പുട്ട് മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് വന്ന എത്ര മണിക്കാണ്, ഇവിടെ 12.54 നമ്മളെ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. നമ്മൾ SL എത്ര പോയിന്റ് ഉണ്ട്, കാരണം ഞാൻ ഇതെല്ലാം വോളിയം പ്രൊഫൈലിൽ കൊടുത്തതാണ്. ഞാൻ വോളിയം പ്രൊഫൈലിൽ കൊടുക്കാത്ത ഒരു സംഭവങ്ങൾ ഞാൻ പറയാറില്ല. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ മേടിച്ച് എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അടിച്ചിട്ട് ജസ്റ്റ് കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കാണിച്ചു തരും, ഞാൻ എത്ര ടൈമിലാണ് മെസ്സേജ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഓരോ ലെവൽസിൻ്റെ കാര്യങ്ങളും അങ്ങനെയാണ്, ഓരോ വീഡിയോയുടെയും. കാരണം ഞാൻ അതിനകത്ത് ഞാൻ ഗ്രൂപ്പിൽ കൊടുക്കാത്ത ഒരു കാര്യങ്ങളും പറയാറില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഈസി ആയിട്ട് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി എത്ര മണിക്കാണ് അത് കൊടുത്തതിൻ്റെ ഇതൊന്ന് കാണിച്ചു തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരും. ട്രേഡ് ആക്റ്റീവ് ആകുന്നതിന് മുന്നെയാണ് ഞാൻ എല്ലാം കൊടുക്കാറുള്ളത്. ആക്റ്റീവ് ആയതിനു ശേഷം ഞാൻ ഒന്നും കൊടുക്കാറില്ല. ഓക്കെ, അപ്പം സാധാരണ എല്ലാവരും അങ്ങനെ പറയും, മാർക്കറ്റ് ഓപ്പൺ അല്ല മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷം അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ ഞാൻ പറയാറില്ല. ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പിന്നെ പറയാറുള്ളൂ. ഓക്കെ, 12.8 ഞാൻ കൊടുത്തത്. ട്രേഡ് ആക്റ്റീവ് ആയത് 12.54 ആക്റ്റീവ് ആയത്. ഏകദേശം 4-5 പോയിന്റ് SL ആണ് നമുക്ക് വരുന്നത്. സിനകത്ത് സ്വാഭാവികമായിട്ടും പിനകത്തും അത്ര ഇതോളം വരുള്ളൂ. പക്ഷെ ഇത് 172 സ്ട്രൈക്ക് ആണ്. അപ്പം ചെറിയ സ്ട്രൈക്ക് ആണെങ്കിൽ ഈ 4 പോയിന്റ് എന്നുള്ളത് 2 പോയിന്റ് ആയിട്ട് മാറും. അതിനുശേഷം മാർക്കറ്റ് എത്ര പോയിന്റ് ഫാൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 80 പോയിന്റ് ഫാൾ ചെയ്തു. ഓക്കെ, 4 പോയിന്റ് അല്ലെങ്കിൽ 8 പോയിന്റിന് മാറും മാർക്കറ്റ് 80 പോയിന്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ നിന്ന് ഫാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആ ലെവലിൽ നിന്നാണ് മാർക്കറ്റ് ഫാൾ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ ഗ്രൂപ്പിൽ കുറച്ച് കൊടുത്ത ലെവൽസ് ആണ്. അതിനുശേഷം പുട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 12.54 ഏകദേശം എന്താണ് ടൈം. ഓക്കെ, ആക്റ്റീവായ ടൈം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, 128 റേഞ്ചിലാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത് ആക്റ്റീവ് ആയിട്ടുള്ളത്. അതിനുശേഷം എന്ത് ചെയ്യുക, ഒറ്റ ക്യാൻഡിലും അല്ല, ജസ്റ്റ് ഒരു വിക്ക് വന്നു. പക്ഷെ നമ്മളിപ്പോൾ സിയുടെ പ്രീമിയം അവിടെ എത്തിയിട്ട് പോലുമില്ല. മാർക്കറ്റ് അവിടെ നിന്ന് ഹോൾഡ് ചെയ്ത് എന്ത് ചെയ്തു, ഈ ലെവല്. ഓക്കെ, ഈ ലെവല് ഞാൻ രാവിലെ മാർക്കറ്റിൽ കൊടുത്തതാണ്. ഈ ഒരു ലെവലിന്റെ മേലെ മാത്രമാണ് പോകുള്ളൂ. കാരണം ഇത് റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കൊടുത്ത് എനിക്ക് വന്നത് 10 മണിക്കോ 11 മണിക്കോ സംതിങ് എന്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എവിടെ പുട്ട് മേടിക്കുന്ന ഒരാൾക്ക് ടാർഗറ്റ് എവിടെ വെക്കണം എന്നുള്ളത് പക്ക എന്താണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത്. മാർക്കറ്റ് അവിടെ വന്നു, അതിന് ശേഷം എന്ത് ചെയ്തു, ഫസ്റ്റ് ക്യാൻഡിൽ റിജക്ഷൻ എടുത്തു. നമ്മൾ ഇതിന്റെ മേലെ പോയാൽ മാത്രമാണ് ബൈ പ്ലാൻ ചെയ്യുള്ളൂ. മാർക്കറ്റ് പോയില്ല, മാർക്കറ്റ് അവിടെ നിന്ന് തന്നെ റിജക്ഷൻ എടുത്തു. ഈ ലെവലിന്റെ മേലെ പോയി, പക്ഷെ അത് ഹോൾഡ് ചെയ്തില്ല, താഴെ വന്നു. എല്ലാ ക്യാൻഡിലും റിജക്ഷൻ ആണ് അല്ലെ, 1 മിനിറ്റ് ക്യാൻഡിലാണ്. എല്ലാ ക്യാൻഡിലും വിക്ക് മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് നേരെ താഴെ വന്നു. അപ്പോൾ ഈസി ആയിട്ട് എന്ത് 130 എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു 58 പോയിന്റ് ഈസി ആയിട്ട് നമുക്ക് പുട്ട് ഓപ്ഷനിൽ കിട്ടിയിട്ടുണ്ടാവും. കാരണം നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. മാർക്കറ്റ് ഫാൾ ചെയ്യുന്നത് നമുക്ക് ഡാറ്റ FISന്റെ DISന്റെ ഡാറ്റ റീഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മൾ അതിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കഴിഞ്ഞ ആഴ്ചയിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലും സംഭവിച്ചത് നമ്മളെ വോളിയം പ്രൊഫൈൽ വെച്ചിട്ട്. ഓക്കെ, എല്ലാ ട്രേഡിലും നമ്മൾ എടുത്തത് ഏറ്റവും ചെറിയ SL ആണ് എടുത്തത്. നമുക്ക് മാക്സിമം എല്ലാ ദിവസങ്ങളും നിഫ്റ്റിയുടെ എക്സ്പയറി നമ്മൾ കറക്റ്റ് പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് ആണെന്ന്. സെൻസെക്സിന്റെ ബുധനാഴ്ച നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് എന്താണെന്ന്, ബുള്ളിഷ് ആണെന്ന്. അതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഹീറോ സീറോ സെൻസെക്സിന്റെ എക്സ്പയറിയിൽ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ലെവലും നമ്മൾ അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത കാര്യങ്ങൾ, കാരണം ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ പറയാറില്ല. നമ്മൾ വോളിയം പ്രൊഫൈൽ മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന്റെ എൻട്രീസ് കാര്യങ്ങളൊക്കെ ഏത് ടൈമിലാണ് ഇട്ടത് പക്കയായിട്ട് എനിക്ക് അറിയാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചത്. അതേപോലെ ജസ്റ്റ് ഗോൾഡിലേക്ക് വരാം. ഗോൾഡിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെ. ഓക്കെ, ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന മാർക്കറ്റ് സെൽ ആക്റ്റീവ് ആയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോറി, TVCയുടെ ചാർട്ടാണ്, 1 മിനിറ്റ് ചാർട്ടാണ്. ഓക്കെ, ഞാൻ രാവിലെ
ഈ ലെവൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 89 നമ്മൾ ബൈ എടുത്ത കാര്യങ്ങൾ, അതേപോലെ തന്നെ ഈ ഒരു ട്രേഡ് ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിന്റെ മേലെ ബൈ ചെയ്യണം എന്ന് പറഞ്ഞു. സോറി, അവിടെയല്ല, ഈവനിങ്ങിലാണ് കൊടുത്തതെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്റെ വോളിയം പ്രൊഫൈൽ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് വ്യാഴാഴ്ച വൈകുന്നേരത്തെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ ഒരു ലെവലിന്റെ മേലെയാണ് മാർക്കറ്റ്. ഇവിടെ നിന്ന് എന്ത് ചെയ്തു? റിജക്ഷൻ എടുത്തു. മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടുന്ന് മാർക്കറ്റ് ഇതിന്റെ മേലെ ക്ലോസ് കിട്ടി. ഏകദേശം എത്ര പോയിന്റ് എസ് എൽ ഉണ്ട്? നമുക്ക് ഏകദേശം ഒരു 4 പോയിന്റ് എസ് എൽ ഉണ്ട്. മാർക്കറ്റ് ആ റേഞ്ചിന് മേലെ എന്ത് ചെയ്തു? നല്ല രീതി നമ്മൾ ഓൾറെഡി ഇവിടെ 91 തന്നെ ഞാൻ ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഗ്രൂപ്പിൽ കൊടുത്തതാണ് ഇതൊരു ഡിമാൻഡ് സോണാന്ന് പറഞ്ഞു. ഓക്കെ, ആ ബൈ കിട്ടാത്ത ആളുകൾക്ക് ഫ്രീ ആയിട്ട് ടെലിഗ്രാമിൽ ഞാൻ ഈ ലെവലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഏകദേശം 43 പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഈ 3 പോയിന്റ് 4 പോയിന്റ് റിസ്കിന് ആണ്. ഇത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചില്ല, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ആവാം, ഫ്രീ ആയിട്ടുള്ളതാണ്. നിങ്ങൾ പോകുകയും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഈ ചാർട്ട്. 43 പോയിന്റ് മാർക്കറ്റ് എന്ത് ചെയ്തു? ആ ലെവലിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇന്നലെ സപ്പോർട്ട് എടുത്തതും കറക്റ്റ് ആ ലെവലിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഇന്നലെ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ ഞാൻ രാവിലെ 7:30 അല്ലെങ്കിൽ 8 മണിന്റെ ഉള്ളിൽ ഞാൻ തന്നെ മാർക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ നമുക്ക് സെല്ല് ആക്റ്റീവ് ആണ്. ഈ ഒരു ലെവലിൽ 34 സെല്ല് ആക്റ്റീവ് ആണ്, 37 എസ് എൽ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഓക്കെ, ആ ലെവൽസ് വർക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇട്ടത് ഏകദേശം 6:30 7 o'clock സംതിങ് എന്താണ് മാർക്കറ്റ് ഫോളോ ചെയ്തതിനു ശേഷമാണ് ഇട്ടത്. ഓക്കെ, ഇത് ഈ ട്രേഡ് കിട്ടിയിട്ടില്ല, കാരണം ഞാൻ ഇട്ടത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇട്ടത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആയത് ഈ ലെവലിലാണ്. ഓക്കെ, കറക്റ്റ് 34 വന്ന് ടാപ്പ് ചെയ്തു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഏകദേശം 3 പോയിന്റ് റിസ്കിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 26 പോയിന്റ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വോളിയം പ്രൊഫൈൽ പ്രകാരം, വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകൾക്ക് അറിയാം, നമുക്ക് എന്താണ് ഒരു കവറിംഗ് സെറ്റപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിൽ അല്ലെ. ഒരു 3 പോയിന്റ് എസ് എല്ലാണ് നമുക്ക് കവറിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഇവിടെ ബൈ ആക്റ്റീവ് ആണ്. മാർക്കറ്റ് ഏകദേശം 17 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിനുശേഷം വീണ്ടും 37 വന്നിട്ടുണ്ട്. കാരണം ഈ ലെവല് ഞാൻ പറയുന്നില്ല ഈ ട്രേഡ് കിട്ടിയെന്ന്, കാരണം ഈ ട്രേഡ് ഞാൻ ആക്റ്റീവ് ആയതിനു ശേഷം വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകൾക്ക് അറിയാം. പക്ഷെ സ്റ്റിൽ ഞാനത് പറയുന്നില്ല നിങ്ങൾക്ക് ആ ട്രേഡ് കിട്ടിയെന്ന്, കാരണം ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പക്ഷെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു 6:30 അല്ലെങ്കിൽ 7 o'clock ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ട്രേഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ട്രേഡ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. വോളിയം പ്രൊഫൈലിൽ ഗ്രൂപ്പിനകത്ത് തന്നെ ട്രേഡ് എടുത്ത ആളുകളെ സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടതാണ്. ഓക്കെ, അവരെനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കവറിങ്ങിന്റെ ഈ ട്രേഡ് എടുത്ത ആളുകളുമുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും മാർക്കറ്റ് ആ ലെവലിൽ വന്നു, സെല്ല് വന്നു, ആ ലെവലിൽ വന്നു, മാർക്കറ്റ് സെല്ല് വന്നു, ആ ലെവലിൽ സെല്ല് വന്നു. അപ്പോൾ ഈ ഒരു ലെവൽ ഇത് ഓൾറെഡി ഇവിടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ടെലിഗ്രാമിൽ ഇട്ടുണ്ടാവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ടെലിഗ്രാമിലും 1 2 3 പ്രാവശ്യം ഈസി ആയിട്ട് വന്നിട്ടുണ്ട് മാർക്കറ്റ്. അതിനുശേഷം ഒരു ലെവലിൽ എന്ത് ചെയ്തു? നമ്മളെ സംബന്ധിച്ച് നമ്മളെ കവറിങ്ങിന്റെ ലെവൽ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇത് റെസിസ്റ്റൻസ് ആവേണ്ടതാണ്, മാർക്കറ്റിന്റെ മേലെ പോകാൻ വേണ്ടി പാടില്ല. പക്ഷെ അത് നമുക്ക് ഒരു 1:3 കിട്ടിയുള്ളൂ. മാർക്കറ്റ് ഇവിടെ വന്നിട്ട് വീണ്ടും പോയി. സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്തു? അവിടെ ബൈ ആക്റ്റീവായി. അതിനുശേഷം പിന്നെ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് ലെവൽ ഉണ്ടാവില്ല, വാലിഡ് ആക്കി മാറ്റില്ല. ഓക്കെ, പിന്നെ ഈ ലെവൽ സ്റ്റിൽ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ 91 സംതിങ്ങിൽ ഞാൻ ബൈ എടുത്ത എല്ലാ സ്ക്രീൻഷോട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടുന്ന് മാർക്കറ്റ് വീണ്ടും എന്ത് പുഷ് ചെയ്ത് മേലെ പോയിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലെവൽ ആവശ്യമില്ല. ഓക്കെ, ഈ ലെവല് സ്റ്റിൽ റെസിസ്റ്റൻസ് ലെവലാണ്. ഓക്കെ, അപ്പോൾ ഗോൾഡിൽ എല്ലാ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ ദിവസങ്ങളിലും ഞാൻ ലെവൽസ് തരുന്നുണ്ട്. ലെവൽസിൽ എന്ന് പറഞ്ഞാൽ 3 പോയിന്റ് 4 പോയിന്റിലാണ് നിങ്ങൾക്ക് ട്രേഡ് തരുന്നത്. ആവശ്യമുള്ള ആളുകൾക്ക് ഫോളോ ചെയ്യാം. കാരണം നമ്മുടെ ചാനലിൽ പ്രത്യേകിച്ച് മൂവ്മെന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പക്ക പെർഫെക്റ്റ് സാധനമാണ്. ഓക്കെ, കാരണം നിങ്ങളത് പഴയ വീഡിയോ എൻ്റെ പഴയ ചാനലിൽ പോയിട്ടുണ്ട്. അത് മുതൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും എത്രത്തോളം ആക്യുറസി ഉണ്ട് നമ്മൾ തരുന്ന ലെവൽസിന് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം വേറെ പ്രത്യേകിച്ച് നമുക്ക് പ്രൊഫൈൽ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് തന്നെയാണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഇത് നമ്മുടെ ഒരു മൈനർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി പുതിയ വല്ല എൻട്രി സെറ്റപ്പ് വരികയാണെങ്കിൽ ഞാൻ ടെലിഗ്രാമിൽ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വാട്സപ്പിൽ എന്തായാലും ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിനകത്ത് എന്തായാലും ഞാൻ കൊടുക്കുന്നതായിരിക്കും നെക്സ്റ്റ് ദിവസത്തേക്കുള്ള പ്ലാന് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 1 2 3 പ്രാവശ്യം സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാവും. ഒരു 3 പോയിന്റ് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും 10-15 പോയിന്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും ടൈം വേസ്റ്റ് ആവത്തില്ല. കാരണം ടൈം ഇവിടെ നിങ്ങൾ എത്ര മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിനുള്ള റിസൾട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ലെവൽസ് വെച്ച് തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വോളിയം പ്രൊഫൈൽ പഠിക്കാൻ അത് മാത്രം ഫോളോ ചെയ്യുക. പഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അത് മാത്രം ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം മെസ്സേജ് അയക്കുക. കാരണം നിങ്ങളൊന്ന് പഠിച്ചിട്ട് വേറെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല.
അപ്പോൾ പഠിച്ചിട്ട് അത് മാത്രം ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രം മെസ്സേജ് അയക്കാം. അതിനുള്ള സപ്പോർട്ട് ഞാൻ തരുന്നതായിരിക്കും. ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് സിഗ്നൽസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.